Next, hi students. Next we are going to discuss the physical significance of free energy. നമ്മൾ നേരത്തെ കണ്ടത് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ ആണ്. അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. ഇനി എന്താണ് ഫ്രീ എനർജി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അല്ലേ, അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് നമ്മളിനി നോക്കുന്നത്. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അറിയാം ഇന്റേണൽ എനർജി ചേഞ്ച് ആണ് ഡെൽറ്റ യു. ബിക്കോസ് നമുക്ക് ഇന്റേണൽ എനർജി ആസെറ്റ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ് ഇന്റേണൽ എനർജി ചേഞ്ച് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണ്. ആൻഡ് ഡബ്ല്യു ദ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. ഇനി ക്യൂ എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണ്. ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. അപ്പോൾ ഡബ്ല്യു വർക്ക് ഡൺ മേ ബി ഈ ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് എക്സ്പാൻഷൻ വർക്ക് ആവാം, ഓർ ഇറ്റ് മേ ഓൾസോ ഇൻക്ലൂഡ് സം അതർ കൈൻഡ്സ് ഓഫ് വർക്ക്. അതെങ്ങനെയാണ് നോൺ നമ്മളൊരു ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യും, അതിലുള്ള എക്സ്പാൻഷൻ ഗ്യാസ് എക്സ്പാൻഷൻ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എക്സ്പാൻഷൻ വർക്ക് എന്നുള്ള രീതിയിൽ പിസ്റ്റൺ ഒരു ക്ലോസ്ഡ് വെസൽ, അതിലൊരു പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ്, അപ്പം പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ദ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. ആ വർക്ക് ഡൺ സംടൈം മേ ബി ആൻ എക്സ്പാൻഷൻ വർക്ക്, ഓർ ഇറ്റ് മേ ഓൾസോ ഇൻക്ലൂഡ് ഈ എക്സ്പാൻഷൻ വർക്കിൻ്റെ കൂടെ തന്നെ ഒരു അതർ വർക്ക്, ദാറ്റ് ഈസ് ഈ നോൺ എക്സ്പാൻഷൻ വർക്ക് ആയിരിക്കും. അപ്പം നമുക്ക് എന്തിനാ ഈ മുകളിൽ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? ഡബ്ല്യു ഇ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എക്സ്പാൻഷൻ വർക്കും നോൺ എക്സ്പാൻഷൻ വർക്കും. ഇനി കോൺസ്റ്റന്റ് പ്രഷറിലാണ് ആ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഈ എക്സ്പാൻഷൻ വർക്ക് ഈസ് എ പ്രഷർ വോളിയം വർക്കാണ്. അപ്പം കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്താണ് പി ഡെൽറ്റ വി എന്നാണ് കൊടുക്കുക. അവിടെ ഓൺലി പ്രഷർ എന്താ പറയുക, ഇത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, വോളിയം മാത്രം. ഇനി എന്താണ് ബൈ ദ സിസ്റ്റം ആണ്, ആ എക്സ്പാൻഷൻ വർക്കാണ്. എക്സ്പാൻഷൻ വർക്ക് ആയതുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത്. ക്യൂ മൈനസ് പി ഡെൽറ്റ വി പ്ലസ് ഡെൽറ്റ നോൺ എക്സ്പാൻഷൻ വർക്ക്. ഇനി നമുക്ക് അതിനെ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ഇനി നമുക്ക് എന്തറിയാം? ഈ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്താണ് എന്നറിയാം, ഡെൽറ്റ എച്ച് ആണ് എന്നറിയാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാൻ പറ്റും? ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ഇനി ആ പ്രോസസ്സ് റിവേഴ്സിബിളി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഡെൽറ്റ എസിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. അപ്പം ക്യൂ റിവേഴ്സിബിൾ വിൽ ബി ഈക്വൽ ടു ടി ഡെൽറ്റ എസ് ആയിരിക്കും. അപ്പോൾ എന്താവും? ഇവിടെ ഈ ഒരു മുകളിലുള്ള ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ വർക്ക്. ഇനി ക്യൂ റിവേഴ്സിബിൾ എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഇനി നമുക്ക് എന്തറിയാം? ക്യൂ റിവേഴ്സിബിൾ ടി ഡെൽറ്റ എസ് ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതാൻ പറ്റും നമുക്ക്? ടി ഡെൽറ്റ, ഇവിടെ ഒരു ഇക്വേഷൻ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ടി ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ വർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ റീറൈറ്റ് എഴുതാം എന്ത്? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ വർക്ക്. നമ്മൾ ഓൾറെഡി എന്ത് കണ്ടിട്ടുണ്ട്? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് എന്ത്? ഡെൽറ്റ ജി. അപ്പോൾ ഡെൽറ്റ ജി വിൽ ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ഇനി ഈ നോൺ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ യൂസ്ഫുൾ വർക്ക്. അതായത് ഒരു സിസ്റ്റം ഉണ്ടാവുന്ന വർക്ക്, അത് സിസ്റ്റത്തിലെ എനർജി യൂസ്ഫുൾ വർക്കായിട്ട് മാറ്റുന്നത്. ദാറ്റ് ഈസ് അതിൻ്റെ ഫ്രീ എനർജി ചേഞ്ച്. ആ സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ എനർജി ചേഞ്ച്. അപ്പോൾ ആ ഒരു ടേമിലേക്ക് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു യൂസ്ഫുൾ വർക്കാണ് എന്നുള്ള എങ്ങനെ വരുന്നത് എന്നുള്ളതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. അപ്പം ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇൻ ദ പ്രോസസ് ആണെങ്കിൽ ഇതെന്താവും? നെഗറ്റീവ് സൈൻ ആവും. എന്തുകൊണ്ട്? ബൈ ദ സിസ്റ്റം എന്താവും? ബൈ ദ സിസ്റ്റം
ആണെങ്കിൽ ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് ആകും. ഡിക്രീസ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്നത്, ഡെൽറ്റ ജി നെഗറ്റീവ് ആവുക എന്ന് പറയുന്നത് എന്താണ്, ഡിക്രീസിങ് ഫ്രീ എനർജിയാണ് അല്ലേ. ഒരു ഡിക്രീസിങ് ഫ്രീ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്, സിസ്റ്റം ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷറുമാണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു ദ മാക്സിമം യൂസ്ഫുൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പം ആ യൂസ്ഫുൾ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗിബ്സ് എനർജി എന്താണ്, കുറേയാണ് ചെയ്യുക. ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് യൂസ്ഫുൾ വർക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫ്രീ എനർജി വിൽ ബിക്കം ഡിക്രീസ്. ഒന്നുമില്ല ഇവിടെയുള്ള ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്. നമ്മളൊരു സിസ്റ്റം ഇതെന്ന് പറയുന്നത് എന്താണ്, ബൈ ദ സിസ്റ്റമാണ് ആ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി പക്ഷെ ബൈ ദ സിസ്റ്റം ആ വർക്ക് ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത്, ആ സിസ്റ്റത്തിൻ്റെ എനർജി ഫ്രീ എനർജി എന്താണ് കുറയാണ് ചെയ്യുന്നത്. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നെഗറ്റീവ് ഡെൽറ്റ ജി എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഡെൽറ്റ ജി ആണ് അതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രീ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ആ സിസ്റ്റത്തിലെ യൂസ്ഫുൾ വർക്ക് കാരണം അതിലെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പ്രോസസ്സിലൂടെ യൂസ്ഫുൾ വർക്ക് നടക്കുകയാണെങ്കിൽ അതാണ് ആ സിസ്റ്റത്തിൻ്റെ ഫ്രീ എനർജി. അപ്പം ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, ഫ്രീ എനർജി ഓർ ഗിബ്സ് എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ വിത്ത് ഇറ്റ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ഒരു സിസ്റ്റത്തിലുള്ള മാക്സിമം എനർജി ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗിബ്സ് എനർജി ഓർ ഫ്രീ എനർജി. അല്ലെങ്കിൽ നമുക്കതിന് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എ കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം ടു ഡു യൂസ്ഫുൾ വർക്ക് എന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എ കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം ടു ഡു യൂസ്ഫുൾ വർക്ക്. ഇറ്റ് ഈസ് ദ ഫ്രീ എനർജി. ഇനി ഈ ഫ്രീ എനർജി ക്രൈറ്റീരിയ നമ്മൾ സ്പോണ്ടാനിയസ് റിയാക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം നമ്മൾ എന്താണ് എൻട്രോപ്പി വെച്ചിട്ടാണ് അതിൻ്റെ സ്പോണ്ടാനിറ്റി ആൻഡ് ഫീസിബിലിറ്റി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആസ് എ കെമിസ്റ്റ് വി ആർ മെയിൻലി കൺസിഡറിങ് അബൌട്ട് ഓൺലി ദ സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റത്തിലുള്ള പ്രോസസ്സിങ് എന്താണ് എന്നുള്ളത്, അത് സ്പോണ്ടാനിയസ് ആണോ എന്നുള്ളത് നമ്മൾ ബേസ് ചെയ്ത് പറയുക. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ എ ഗിബ്സ് എനർജിയാണ്. അപ്പോൾ സ്പോണ്ടാനിയസും ഇക്വിലിബ്രിയം ടേംസിലുള്ള ഗിബ്സ് ഫ്രീ എനർജീനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എ നോൺ സ്പോണ്ടാനിയസ് ഓർ അൺനാച്ചുറൽ പ്രോസസ് ക്യാൻ ബി മെയ്ഡ്. ഒരു നോൺ സ്പോണ്ടാനിയസ് ഓർ അൺനാച്ചുറൽ പ്രോസസ് അത് നടക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അതിലേക്കൊരു വർക്ക് സപ്ലൈ, അതായത് ഇഫ് ദ വർക്ക് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റമാണ് ഫ്രം ഔട്ട്സൈഡ്. വർക്ക് സപ്ലൈഡ് ടു ദ സിസ്റ്റമാണ് ഫ്രം ഔട്ട്സൈഡ്. ഇനി സ്പോണ്ടാനിയസ് ഓർ നാച്ചുറൽ പ്രോസസ് എന്താണ്, യൂസ്ഫുൾ വർക്ക് പെർഫോംഡ് ബൈ ദ സിസ്റ്റം ആണ്. അപ്പം സ്പോണ്ടാനിയസ് സിസ്റ്റം ബൈ ദ സിസ്റ്റം യൂസ്ഫുൾ വർക്കാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ബൈ ദ സിസ്റ്റം ഒരു യൂസ്ഫുൾ വർക്ക് ഉണ്ടാകുകയാണ്, ഗിബ്സ് എനർജി എന്താവും, നെഗറ്റീവ് ആവും. നമുക്ക് എന്താ അറിയാൻ പറ്റും, സ്പോണ്ടാനിയസ് പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത്, ഗിബ്സ് എനർജി ഡിക്രീസ് ചെയ്യാന്ന് ചെയ്യുക. അപ്പം ഡെൽറ്റ ജി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വിൽ ബിക്കം നെഗറ്റീവ്. സോ എന്താണ്, ഡെൽറ്റ ജി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ and pressure will be less than 0 for a spontaneous process. ഇതാണ് ഒരു സ്പോണ്ടാനിയസ് പ്രോസസ്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് ആ സിസ്റ്റം ഉള്ളതെങ്കിൽ അവിടെ ഫ്രീ എനർജി ചേഞ്ച് എന്തായിരിക്കും, നോ ചേഞ്ച് സംഭവിക്കും. അതായത് ഇൻ അതർ വേർഡ്സ് ഇക്വിലിബ്രിയത്തിൽ ഡെൽറ്റ ജി വിൽ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും എന്നുള്ള കാര്യം. ഡെൽറ്റ ജി പോസിറ്റീവ് ആകുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓഫ്കോഴ്സ് നമുക്കറിയാം ഇറ്റ് ഈസ് എ നോൺ സ്പോണ്ടാനിയസ് പ്രോസസ് ആയിരിക്കും. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ അപ്രോച്ച് നമ്മൾ നോക്കുകയാണ്. ഈ സ്പോണ്ടാനിയസ് ആൻഡ് നോൺ സ്പോണ്ടാനിയസിൻ്റെ ഗിബ്സ് ഫ്രീ എനർജി എന്താണ് നമ്മൾ പറഞ്ഞ് എച്ച് മൈനസ് ടി എസ് ആണ്. എച്ച് എന്താണ് നമുക്കറിയാം, യു പ്ലസ് പി വി ആണ്. അപ്പം നമ്മൾ ജി ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി മൈനസ് ടി എസ് കൊണ്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്, എല്ലാത്തിനും ഡിഫറൻഷ്യേറ്റ് ചെയ്ത്. പക്ഷേ അറ്റ് കോൺസ്റ്റൻറ്റ്
പ്രഷറിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ് ഡി പി എന്താവും 0 ആവും. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ -SdATയും 0 ആവും. അപ്പം നമുക്ക് പിന്നെ ഫസ്റ്റ് ലോ പ്രകാരം നമുക്ക് എന്തറിയാം, DU = DQ + DW ആണ് അറിയാം. അപ്പം DW എന്താണ് പ്രഷർ വോളിയം വർക്ക് ആണെങ്കിൽ DQ - PdV എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ് ഈ DUവിൻ്റെ സ്ഥലത്ത് നമുക്ക് DQ - PdV എന്ന് കൊടുക്കാം. -PdV + PdV + VdP - TdS - SdP. നമ്മൾ അത് ലാസ്റ്റ് നമ്മൾ ഈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും എന്നുള്ള കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താവും ഈ -PdV + PdVയും പോവും. അപ്പം DQ + VdP - TdS - SdP. പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ടേമും പോവും. അപ്പോൾ എന്താവും ΔG at constant temperature and pressure will be equal to DQ - TdS എന്ന് നമുക്ക് പറയാം. ഇനി ഗിബ്സ് എനർജി ക്രൈറ്റീരിയ ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇക്ലിബ്രിയം സ്റ്റേറ്റിൽ എന്തായിരിക്കും? Q റിവേഴ്സിബിൾ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, TdS ആണ്. അപ്പോൾ അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? DQ - DQ റിവേഴ്സിബിൾ, ദാറ്റ് വിൽ ബി സിക്കം 0. അപ്പം at constant temperature and pressure will become 0. This is state of equilibrium. അതാണ് നമ്മൾ ഓൾറെഡി നേരത്തെ അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞ് അതിൻ്റെ യൂസ് എങ്ങനെ ഒരു ഫീസിബിലിറ്റി പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫീസിബിലിറ്റി പറയുന്നത് എന്നുള്ളത് കണ്ട് അതെങ്ങനെ മാത്തമാറ്റിക്കലി അതിനെ കോറിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ΔG at constant temperature and pressure will become 0. ഇനി അപ്പോൾ എന്താണ് നമുക്ക് പറയാം, ഈക്വിലിബ്രിയം ഗിബ്സ് എനർജി ഫോർ എ പ്രോസസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഒരു സ്പോണ്ടാനിയസ് പ്രോസസ് വിൽ ബി ഇറിവേഴ്സിബിൾ ആയിരിക്കും. അതെങ്ങനെയുണ്ട്? DQ ഈസ് ലെസ് ദാൻ ദാറ്റ് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്. സ്പോണ്ടാനിയസ് പ്രോസസ് ആകുമ്പം DQ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് വിൽ ബി റിവേഴ്സിബിൾ ലെസ് ദാൻ ദ റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. DQ ഇറിവേഴ്സിബിൾ വിൽ ബി ലെസ് ദാൻ TdS ആയിരിക്കും. അപ്പോൾ എന്താവും ഓട്ടോമാറ്റിക്കലി DG ΔP എന്താവും? ലെസ് ദാൻ 0. കാരണം ഈ DQ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും കുറവായിരിക്കും. അപ്പോൾ ഓൾറെഡി അതെന്താവും? നെഗറ്റീവായിട്ട് മാറും, ലെസ് ദാൻ 0 ആയിട്ട് മാറും. അപ്പോൾ എന്താ പറയുക, ഗിബ്സ് എനർജി ചേഞ്ച് ഫോർ എ ഇറിവേഴ്സിബിൾ പ്രോസസ്, സ്പോണ്ടാനിയസ് പ്രോസസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വിൽ ബി സിക്കം നെഗറ്റീവ്. അതായത് ഒരു സ്പോണ്ടാനിയസ് പ്രോസസ്സിൽ ഗിബ്സ് എനർജി ഓഫ് ദ സിസ്റ്റം ഡിക്രീസ് ചെയ്യാം. അപ്പം നമുക്കിനി ടോട്ടലി എല്ലാം കൺസിഡർ ചെയ്യുകയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാം വെച്ചിട്ട് നമ്മളൊരു കണ്ടീഷൻ ഫോർ എ സ്പോണ്ടാനിയസ് പ്രോസസ്സിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ നോ ദാറ്റ് എ പ്രോസസ് വുഡ് ബി സ്പോണ്ടാനിയസ് ഓൺലി ഇഫ് ദ ഗിബ്സ് എനർജി ഇൻ ദ പ്രോസസ് ഇസ് നെഗറ്റീവ്. അപ്പം ഗിബ്സ് എനർജി എന്താണെന്ന് പറഞ്ഞാൽ ΔG = ΔH - TΔS. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ΔG നെഗറ്റീവ് ആകുമ്പോഴാണ്, ഇപ്പം നമ്മൾ എന്ത് പറയാം, ΔH നെഗറ്റീവ് ആകുമ്പോഴും അവിടെ ΔS പോസിറ്റീവ് ആകുന്ന കണ്ടീഷനിൽ എന്താവും? ജസ്റ്റ് മാത്തമാറ്റിക്കലി നിങ്ങൾ ചിന്തിച്ച് വെക്കുക. ΔH നെഗറ്റീവ് ΔS പോസിറ്റീവ് ആണെങ്കിൽ മാത്രമാണ് ഇതെന്തായിട്ട് മാറുക? ΔG നെഗറ്റീവ് ആവാം. സോ ആ ഒരു കണ്ടീഷനിൽ ഇറ്റ് വിൽ ബി സ്പോണ്ടാനിയസ്. ഇനി ΔHും ΔSും നെഗറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കണം? ΔH വുഡ് ബി നെഗറ്റീവ്, ദ പ്രോസസ് വുഡ് ബി ടെമ്പറേച്ചർ സഫിഷ്യൻ്റ്ലി. ചിലപ്പം നെഗറ്റീവ് ആവാം. എങ്ങനെയാ? ഏത് കണ്ടീഷനിൽ? ΔH ഗ്രേറ്റർ ദാൻ TΔS ആകുന്ന കണ്ടീഷനിൽ മാത്രം. അല്ലെങ്കിൽ TΔS ഗ്രേറ്റർ ദാൻ ΔH ആകുമ്പോൾ ഇവിടെ എന്താ? ഇത് പോസിറ്റീവ് ആവും അല്ലേ? Tയും ΔS നെഗറ്റീവ് ആകുമ്പോൾ ഇത് പോസിറ്റീവ് എന്ന് പറഞ്ഞ ടേം ആവും. അപ്പോൾ അത് കൂടുകയെന്ന് പറയുമ്പോൾ പോസിറ്റീവായി പോവുക ചെയ്യുക. ഇത് നെഗറ്റീവ് ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? ΔH വിൽ ബി ഗ്രേറ്റർ ദാൻ TΔS ആയിരിക്കണം. If both ΔH and ΔS are positive ആകുമ്പോൾ ΔG would be negative ആവും. പക്ഷെങ്കിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ കണ്ടീഷൻ? ΔH ഈസ് ലെസ് ദാൻ TΔS ആയിരിക്കണം അല്ലേ? ന്യൂമറിക്കലി ജസ്റ്റ് ന്യൂമറിക്കൽ ഇതിൽ കൺസെപ്റ്റ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളൊന്ന് നോക്കിയാൽ മാത്രം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ΔH പോസിറ്റീവും ΔS നെഗറ്റീവും ആകുമ്പോൾ ഡെഫിനറ്റ്ലി എന്തായിട്ട് മാറും? പോസിറ്റീവ് ആവും. ആൻഡ് ദാറ്റ് പ്രോസസ് വിൽ ബി നോൺ സ്പോണ്ടാനിയസ് ആയിട്ട്. അതെല്ലാം കൂടെ നമ്മൾ ഒരു ടേബിളിൽ ക്രോഡീകരിച്ചിട്ടുള്ളതാണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന പോർഷനാണ് മക്കളെ. കണ്ടീഷൻ ഫോർ എ പ്രോസസ് ടു ബി സ്പോണ്ടാനിയസ് ഇൻ ദ